നമ്മുടെ പ്രവർത്തികളും വാക്കുകളൊക്കെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിലാക്കി തരട്ടെ. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന വിജ്ഞാനത്തിൽ അള്ളാഹ് ബർക്കത്ത് ചെയ്യട്ടെ. അതിൽ വരുന്ന എല്ലാ ഹലലുകളും ഹത്തുകളും അള്ളാഹു തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അസ്ഇൻഫുസ്സാനി മിനശ്ശത്തിഹി. ചില സൂഫിയാക്കൾ പുതുതായി ഉണ്ടാക്കിയ വചനത്തിലെ 2 ഇനമുണ്ട് ഷത്ത് എന്ന് പറഞ്ഞു. അതിലൊരിനം പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തത് എന്താ ഷത്തിലത്? കലിമാത്തുൻ, ചില വചനങ്ങളാണ്. വൈറു മഫ്ഹൂമത്തിൻ ലഹ ലവാഹിറു. വൈറു മഫ്ഹൂമത്തിൻ തിരിയില്ല, ആശയൊന്നും തിരിയാത്ത ചില പദങ്ങളുണ്ട്. എങ്ങനത്തെ കലിമാത്തുകൾ? ആ കലിമത്തുകൾക്കുണ്ട് കേട്ടോ. ലവാഹിറു റായിഅത്തുൻ, പുതുമയാർന്ന ഒരു അത്ഭുതങ്ങളുള്ള ബാഹ്യങ്ങൾ അതിനുണ്ട്. കണ്ട നല്ല അത്ഭുതങ്ങളാണ്. വഫീഹ, ആ കലിമാത്തുകളിലുണ്ട് ഇബാറാത്തുൻ ഹായിലത്തുൻ, കേൾവിക്കാരെ ഭയപ്പെടുത്തും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ പറ്റുന്ന വലിയ വലിയ ഇബാറത്തുകൾ അതിലുണ്ടാവും. വലൈസ വറാഹ ഫായിലുൻ, ഇത്തരം കലിമത്തുകൾക്ക് പിറകിൽ ഒരു ഫലവും ഉണ്ടാവില്ല. ആ ഫലമൊന്നും ഇല്ലാത്ത കേൾവിക്കാരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ പറ്റുന്ന പദങ്ങളും ലാഹിർ നോക്കുമ്പോ നല്ല അത്ഭുതങ്ങളും കൂറിയതായ അർത്ഥം തിരിയാത്ത കുറെ പദങ്ങളുണ്ട്. അങ്ങനത്തതാണ് രണ്ടാമത്തത്. ഊവനാലിക്കായി പറഞ്ഞത് ഇമാൻ തക്കുന, ഈ കലിമത്തുകളെ ആകാം ഒയറ മഫ്ഹൂമത്തിൻ ഇന്ദ ഖായിലിഹ. ഈ വചനങ്ങൾ പറയുന്നത് ആരോ അയാൾ അടുത്ത് തന്നെ ഇതിന്റെ ആശങ്ക തിരിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ വരാം. ബൽ, പിന്നെയോ മസ്ദറുക, ഇതിന്റെ ഉത്ഭവം പിന്നെ എങ്ങനെ ഉണ്ടായത്, അത് തിരിയുള്ളത് എങ്ങനെ വന്നു? അത് അൻ ഖബത്തിൻ ഫി അഖലിഹി, തന്റെ ബുദ്ധിയിൽ എന്തൊക്കെ സംഭവിച്ചു പോയ തകരാറ് കൊണ്ടുവന്നതാണ്. വതശ്വീസിൻ ഫി ഖയാലിഹി, തന്റെ തോന്നലുകളിൽ വന്ന പിഴവുകളും കലർപ്പുകളും എന്തൊക്കെയുണ്ട്, അതിൽ നിന്നുണ്ടായ ഒരു സംഗതിയാണ് ഇത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഈ ബുദ്ധിയിൽ ഖബത്ത് വരിക, ഖലലുകളും ഇടർച്ചകളൊക്കെ വരുന്നത്, അത് ഈ ഖില്ലത്തി ഇഹാതതിഹി, അയാൾ വേണ്ടതുപോലെ മനസ്സിലാക്കലില്ലാത്തത് കൊണ്ട് തന്നെ. അങ്ങനെ ഒരു മായന കൊണ്ട് വേണ്ടതുപോലെ അത് ചുറ്റി അറിഞ്ഞിട്ടില്ല. വിമായനാക്കലാമിൻ കറാ സമഅഹു, തന്റെ കേൾവിയോട് മുട്ടി നിൽക്കുന്നത് മുട്ടിക്കിട്ടിയത് ആ കലാമാണ്. എന്താണ് അതിന്റെ അർത്ഥം എന്നാണ് ചിന്തിച്ചിട്ടൊന്നുമില്ല. അതിനെപ്പറ്റിയുള്ള ചിന്ത കുറവായത് കൊണ്ട് തന്നെ. വഹാദാ ഹുവൽ അക്സ്, ഇതാണ് അധികം ഉള്ളത്. അപ്പൊ ഒരു ഇനം അങ്ങനെ പോയി. വൈമാൻ തക്കൂന മഫ്ഹൂമത്തല്ലഹു, ഇനിയിപ്പോ ഈ വാക്ക് പറഞ്ഞു തന്നെ പറഞ്ഞ ആൾക്കത് മനസ്സിലാവും, അങ്ങനെയുണ്ടാവും. പക്ഷെ വലാകിന്നഹു ലാ യഖ്ദുറു അലാ തഫ്ഹീമിഹ, അയാൾക്കത് തിരിഞ്ഞെങ്കിലും ആ തിരിഞ്ഞതിനെ മറ്റുള്ളവർക്ക് വയറിന് അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് അയാൾക്കില്ല. പിന്നെ മാത്രമല്ല ഇറാദിക, ആ ആശയങ്ങളെ, ആ കെലിമാത്തുകളെ കൊണ്ടുവരണം. ആ കൊണ്ടുവരാനുള്ള കഴിവില്ല. ഇബാറത്തിൻ, ചില വാക്കുകളെ കൊണ്ട് തദുല്ലു അലാ ലമീരിഹയും, അയാളെ മനസ്സിന്റെ അകത്ത് എന്താണ് ഉള്ളതെന്ന് അറിയിക്കുന്ന കുറച്ച് പദം കൊണ്ടുവരാൻ കഴിയണം. അങ്ങനെ ഇബാറത്തൊന്നും കൊണ്ടുവരാൻ കഴിയാതെ മറ്റുള്ളവർക്ക് ഇതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്ത വിധം ഇയാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയൂല. അങ്ങനെയുണ്ട്. അതെന്തേ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്തത്? ഇല്ലത്തി മുമാറസത്തിൽ എൽമി, വിജ്ഞാനത്തിനെ തേടി അന്വേഷിക്കൽ കുറവാണ്. അതിന് താല്ലുമികി, മാത്രമല്ല അത് വേണ്ടത്ര അയാൾ പഠിക്കുന്നില്ല. ത്വരീഖത്ത് ഇബീരി അനിൽ മആനി, മാനുകളെ തൊട്ട് ഇബാറത്തിടുന്ന വഴികൾ എന്താന്നുള്ളത് അയാൾ പഠിക്കുന്നില്ല. ബിൽ അൽഫാദിർ റഷീഖത്തി, നല്ല അടകാവുന്ന പദങ്ങളെ കൊണ്ട് നല്ല രൂപത്തിൽ ആശയത്തെ വ്യക്തമാക്കാൻ പറ്റുന്ന വഴികളുണ്ട് ഇബാറത്തിട്ടിട്ട്. അത്തരം പദങ്ങളെ കുറിച്ച് ഇയാൾ പഠിച്ചിട്ടില്ല, എന്ന് വേണ്ടത്ര തേടിയിട്ടുമില്ല. അപ്പൊ അയാൾക്ക് വേറെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയൂല. അയാൾക്കറിഞ്ഞാലും പോരല്ലോ. വലാവായുധത്താനി ഹാദൽ ജൻസി കലാമി, ഇങ്ങനെ കലാം ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോ ഇത്തരം വർഗത്തിന് ഒരു നേട്ടവും പോലും ഇല്ല. എന്തല്ലാതെ ഇല്ലാ അന്നഹു യുസവ്വിസുൽ ഖുലൂബ, മനുഷ്യ ഹൃദയത്തിനെ അത് കുഴപ്പത്തിലാക്കും. വയദ്ഹസുൽ ഉഖൂൽ, പിന്നെ ബുദ്ധികളെ അമ്പരിപ്പിക്കും. അങ്ങനെ ബുദ്ധികളെ അമ്പരിപ്പിക്കുക, ഹൃദയങ്ങളെ കുഴപ്പത്തിലാക്കുക എന്നതല്ലാതെ ഇത്തരം വാക്യങ്ങൾ കൊണ്ട് എന്താ നേട്ടം? ഒരു നേട്ടമല്ല.
മാത്രമല്ല വയുഹയ്യിറുൽ അദ്ഹാൻ, അതൊക്കെ പല പദങ്ങളാണ്. ബുദ്ധിയാകെ പരിഭ്രമത്തിലാക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താക്കും, ഈ പറഞ്ഞ വചനങ്ങൾ എന്ന് മനസ്സിലാക്കപ്പെടണം. മആനിയ മാ ഉരീദത്ത് ബിഹ, എന്താണോ ഈ കെലിമത്തുകളെ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്, ആ ഉദ്ദേശിക്കപ്പെട്ടത് എന്താണോ അത്തരം മഅനകളെ അതിന് മനസ്സിലാക്കിയെടുക്കണം എന്നതിൽ ചുമത്തുക. ഇങ്ങനെന്തേലൊക്കെ ആയിരിക്കും. കുല്ലി വാഹിദിൻ, ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ എല്ലാം ഓരോ ഫർദിന്റെയും മനസ്സിലാക്കലാകുമല്ലോ. അലാ മുഖ്തള ഹവാഹു വതമഇഹി, അദ്ദേഹത്തിന്റെ വികാരവും അദ്ദേഹത്തിന്റെ ഇച്ഛയും പ്രകൃതി എന്താണോ തേടുന്നത് അതനുസരിച്ചല്ലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതൊക്കെ ബുദ്ധിമുട്ടായി പോയും അപ്പൊ വിവിധ രൂപത്തിലായിരിക്കും മനസ്സിലാക്കുക. അപ്പൊ ഇത്തരം പദങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ജനങ്ങൾക്ക് തിരിയുന്ന പദേ പറ്റുള്ളൂ. നോക്ക്, വഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായും നബി തങ്ങൾ പറഞ്ഞല്ലോ, മാ ഹദ്ദസ അഹദുക്കും, നിങ്ങളെന്ന് ഒരാളും വർത്തമാനം പറയരുത്, ഖൗമൻ ഒരു ജനതയോട്, ഹദീസ് ഒരു ഹദീസ് കൊണ്ട്, ലാ യഫ്ഖഹൂനഹു അതിനെ ജനങ്ങൾക്ക് തിരിയൂല, മനസ്സിലാക്കാൻ കഴിയൂല, ഇല്ലാ കാന ഫിത്നതൻ അലൈഹിം, അത് അവരുടെ മേലിൽ നാശമായിട്ടോ ഫിത്നയായിട്ടല്ലാതെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റൂല. അത്തരം രീതിയിലുള്ള ഹദീസൊന്നും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കരുത്. പോലെ വിവിധ രൂപത്തിൽ മനസ്സിലാക്കി കുഴപ്പത്തിലാവും. അപ്പൊ കുഴപ്പത്തിലാവുന്ന രീതിയിലുള്ള അർത്ഥമൊന്നും പറഞ്ഞു പോകരുത് എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും നബിതങ്ങൾ പറഞ്ഞു, കല്ലിമുന്നാസ ബിമാ യഅരിഫൂന, ജനങ്ങൾക്ക് മനസ്സിലാകുന്നതും അറിയുന്നതും ഏതാണോ അതുകൊണ്ട് സംസാരിച്ചോ ജനങ്ങളോട്. വദഉ മാ യുൻകിറൂന, അവർക്ക് എന്താണ് യൻകിറൂന, അവർക്ക് വെറുപ്പാണ്, അവർക്ക് നിഷേധമാണ്. അങ്ങനെ നിഷേധിക്കുന്ന വിധത്തിലെ കാര്യത്തിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം. ഓൽ നിഷേധിക്കുന്നു പറയാൻ പറ്റില്ല. ഓൽക്ക് അറിയുന്നത് പറഞ്ഞു കൊടുക്കുക, ഓൽക്ക് മനസ്സിലാവും, ആ രീതി സംസാരിക്കുക. ആ തുരീദൂന, എന്നിട്ട് അള്ളാഹ് റസൂൽ ചോദിച്ചു, നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഐ യക്ദിബ അല്ലാഹു വ റസൂലു, അള്ളിർ റസൂലും എന്താണ് ഐ യക്ദിബ അല്ലാഹു വ റസൂലും, അള്ളിർ റസൂലും കളവ് പറയല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അള്ളാഹു റസൂലിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ കാര്യം ഓർത്തിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിച്ചോളി, അവർക്ക് തിരിയുന്ന കാര്യം പറഞ്ഞെടുത്തോളി, അല്ലാതെ പൊട്ടിസാക്കാൻ നിൽക്കണ്ട. വഹാദ, ഈ പറഞ്ഞതൊക്കെ ഭീമ യഫ്ഹാമു സാഹിബു, അതിനെ അതിന്റേതായ ആള് എന്തായി മനസ്സിലാക്കുന്ന വിഷയത്തിലാണ്. വലാ യബ്ഉഹു അഖ്ലുൽ മുസ്തമിഇ, ഈ വാക്കുകൾ കേൾക്കുന്ന ശ്രദ്ധിച്ച് കേൾക്കുന്നവന്റെ ബുദ്ധി അതിനെ എത്തിക്കാൻ കഴിയൂല, അനെത്തൂല. അങ്ങനെ എത്താത്ത വിധം സ്വാഹിബിനെന്ന് മനസ്സിലാവുന്നു. ആ കാര്യത്തിലാ ഈ പറഞ്ഞതൊക്കെ. അങ്ങനെ വരുമ്പോ തന്നെ അത്തരം ആളുകളിലാണ് ഈ രണ്ട് ഹദീസും റസൂലുള്ളാഹി പറഞ്ഞു നോക്കുമ്പോ വകൈവ ബിമാല യഫ്ഹമു ഖായിലുഹു, പറഞ്ഞ ആക്കനത് മനസ്സിലാകണില്ല, അയാൾക്കെന്നെ മനസ്സിലാകാത്ത കാര്യത്തിൽ പിന്നെ സംസാരിക്കുക. ഫഇൻകാന യഫ്ഹമുൽ ഖായിലു ദുന മുസ്തമിഇ, ഇനി ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുണ്ട്, കേൾക്കുന്ന ആളെ കൂടാതെ ഈ വാക്ക് പറഞ്ഞ ആൾക്ക് തിരിയുമെന്നുണ്ടെങ്കിലോ ഫലാ യഹില്ലു ദിക്റുഹു, അതിനെ കുറിച്ച് മറ്റാൾക്ക് പറഞ്ഞിട്ട് അനുവദനീയമല്ല. അങ്ങനെയാണ്. അപ്പൊ ഖാല ഈസാ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞല്ലോ, എന്റെ ഈസാ നബി പറഞ്ഞത്, ലാ തളഉൽ ഹിക്മത, വിജ്ഞാനത്തെ നിങ്ങൾ കൊണ്ടേ വെക്കരുത്, എന്താ വൈരി അഖിലിക, ആ ഹിക്മത്ത് വെക്കേണ്ട ആൾക്കാരുണ്ട്, ഓരടുത്ത് കൊണ്ടേ വെക്കുക, ഓരടുത്തല്ലാതെ മറ്റൊരാൾക്ക് കൊണ്ടേ വെക്കരുത്. അങ്ങനെ വന്നപ്പോ തമ്മിലി മൂഹ, അപ്പൊ ഹിക്മത്തെ നിങ്ങൾ എന്തായി ആക്രമിച്ചു. വലാ തംനഉക, നിങ്ങൾ ആ ഹിക്മത്തിനെ തടയരുത്, അഖിലഹ, അതിന്റെ അവകാശികളാരോ ഓർക്ക് തടയരുത്, ഓർക്ക് കൊടുക്കണം. അപ്പൊ തമ്മിലി മൂഹം, അങ്ങനെ നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരെ അനീതി കാണിക്കും. അപ്പൊ നിങ്ങൾ അവരോട് അനീതി കാണിക്കണം, ഇത് പാടില്ല. എന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ കൂറു, നിങ്ങളായിക്കോളി റഫീഖ്, രോഗിയെ ചികിത്സിക്കുന്ന ഒരു അലിവുള്ള ഡോക്ടറെ പോലെ നിങ്ങളാവണം. ഗർവുള്ള ഡോക്ടർമാരെ പോലെയോ ഭീതിപ്പെടുന്ന ഡോക്ടർമാരെ പോലെ ആകരുത്. അയാളുടെ ചെയ്ത യലഉദ്ദവ, ആ മരുന്ന് അത് വെച്ചുകൊടുക്കും, ഈ മൗലിദായി, രോഗത്തിന്റെ സ്ഥാനത്ത്. എന്താണോ രോഗമെങ്കിൽ അതിന് പറ്റുന്ന മരുന്ന് നമുക്ക് വെച്ചുകൊടുക്കാൻ കഴിയും. അത് നല്ല രൂപത്തിലുള്ള ഡോക്ടർമാരാണ്. അതുപോലെ ആയിരിക്കണം നിങ്ങൾ, അല്ലാതെ തരികിട കളിക്കാൻ നിൽക്കരുത്.
വഫീ ലഫ്ദിൻ ആഖറ മറ്റൊരു ലഫ്ദിൽ കാണാം മൻ വദഅൽ ഹിക്മത ബി ഗൈരി അഹ്ലിഹാ ഫഖദ് ജഹില. ഹിക്മത്തിനെ അതിന്റെ അവകാശി അല്ലാത്തതിൽ കൊണ്ട് വെച്ചുകൊടുത്താൽ ഈ വെച്ചുകൊടുത്താൽ വിഡ്ഢിയാണ് അർത്ഥം. അവൻ മനാഹിലഹ അത് കൊടുക്കേണ്ട അവകാശികൾക്ക് കൊടുക്കാതെ തടഞ്ഞാലോ കൊടുക്കാതിരുന്നാലോ ഓനെ പറ്റി എന്തേ പറയാൻ പറ്റുള്ളൂ? ഫഖദ് വലമ അവൻ ആക്രമിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ കാണാം. ഇന്നൽ ഹിക്മത്തി ഹഖൻ ഹിക്മത്തിനൊരു യഥാർത്ഥമുണ്ട്. വ ഇന്ന ലഹ അഖിലൻ ആ ഹിക്മത്ത് യഥാർത്ഥമുണ്ടെങ്കിൽ ആ ഹിക്മത്തിന് ഒരു അധികാരമുണ്ട്. ഓൽക്കത് കൊടുക്കേണ്ടത്. ഫഅതി കുല്ലദി ഹഖിൻ ഹഖ്ഹു ഹഖുടയവർ ആരാണോ അവർക്കാണ് അതിന്റെ അവകാശം കൊടുക്കേണ്ടത്. അപ്പൊ ഹിക്മത്തിന് പറ്റുന്ന ആൾക്കാർക്ക് ഹിക്മത്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഇനി നമുക്ക് അമ്മ ത്വാമാത്തു എന്ന് പറയുന്ന ഒന്നുണ്ട്. അതെന്താ?